വീണ്ടും ഒരിക്കൽ കൂടി വിലയേറിയ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം തന്ന അവസരം ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിഷയത്തിന്റെ പേര് പോരാട്ടം. പോരാട്ടം കേട്ടപ്പോൾ ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? പോരാട്ടത്തിന് ഇംഗ്ലീഷിൽ എന്താ വാക്ക് പറയുന്നത്? ബാറ്റിൽ. ഹിന്ദിയിലും പറയൂല്ലോ അല്ലെ? ബാറ്റിൽ അറിയത്തില്ല, അവിടെ ബാറ്റിലിംഗ് ഒന്നുമില്ല. ഓക്കെ, മലയാളികൾക്ക് പോരാട്ടം. നമുക്ക് പോരാട്ടം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും പറയും, എന്റെ പൊന്നു സഹോദര, പോരാട്ടമേ ഉള്ളൂ. വീട്ടിൽ പോരാട്ടം, ജോലിക്ക് പോയാൽ അവിടെ പോരാട്ടം, സഭയിൽ വന്നാൽ അവിടെ പോരാട്ടം, കൂട്ടുകാരുടെ കൂടെ കൂടിയാൽ അവിടെ പോരാട്ടം. പോരാട്ടത്തോടെ പോരാട്ടമേ ഉള്ളൂ അല്ലെ? ദൈവവചനത്തില് പോരാടിയ ഒരു വ്യക്തിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഒരുമിച്ച് പങ്കുവെക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിൽ പോരാട്ടം എങ്ങനെയാണ്, പോരാടിയ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വരച്ചു കാണിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 18-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 18-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് പറഞ്ഞത് പോരാടിയ ഒരു വ്യക്തിയാണ്. ജീവിതത്തിന്റെ തുടക്കം തുടങ്ങി പോരാടിയ ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പറഞ്ഞ വാക്കിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ വായിച്ചത്. ഈ വേദഭാഗത്തിന്റെ ബാക്കി ഭാഗങ്ങളും ഒരു പക്ഷേ വേഗത്തിൽ ഞാൻ ഇടയ്ക്ക് പരാമർശിച്ചു പോയി എന്ന് വരാം. എപ്പോഴാണ്, ആരാണ് ഈ വേദഭാഗം പറഞ്ഞിരിക്കുന്നതെന്ന് അതിന്റെ തുടക്ക ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. എപ്പോഴാണ് യഹോവ അവരെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവർ ഈ സംഗീത വാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. എന്നാൽ ഇതിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേ വേദഭാഗം 1 ശമൂവേൽ 22-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 ശമൂവേൽ 22-ാം അധ്യായത്തിൽ ഈ 18-ാം സങ്കീർത്തനം അതുപോലെ തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചതായിട്ട് കാണാൻ പറ്റും. എന്നാൽ എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് മാത്രം അവിടെ കാണുന്നില്ല. എങ്കിലും തുടക്ക വാക്യം ഇങ്ങനെയാണ്. യഹോവ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ദാവീദ് രാജാവ് തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പറഞ്ഞ ചില വാക്കുകളാണ്, എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതിനുശേഷം അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൂടി നമുക്കൊന്ന് നോക്കാം. 7 പ്രാവശ്യം യഹോവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കാവേ. എന്നെ നോക്കിയേ കാണാം. യഹോവ എന്റെ ശൈലം, യഹോവ എന്റെ കോട്ട, യഹോവ എന്റെ രക്ഷകൻ, യഹോവ എന്റെ ദൈവം, ഞാൻ ശരണമാകുന്ന എന്റെ പാറ, എന്റെ പരിച, എന്റെ രക്ഷയായ കൊമ്പ്, എന്റെ ഗോപുരം. 7 പ്രാവശ്യം ദാവീദ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് യഹോവ എന്റെ ആണെന്ന് പറഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരു മുഖവരായിട്ട് അങ്ങ് പറഞ്ഞതാണ്. ദാവീദ് തന്റെ ജീവിതത്തിലും ദാവീദ് ഒത്തിരി പോരാടിയ ആളാണ്. ഒരുപാട് പോരാട്ടം പോരാടിയിട്ടുണ്ട്. ദൈവമക്കളോട് ചോദിച്ചാൽ നമ്മള് എഫെസ്യ ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയും. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, നമുക്കൊക്കെ അറിയാം, പക്ഷെ പ്രാവർത്തികമാക്കാറുള്ളെന്ന് മാത്രം. ഏതാ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലെന്നുള്ള വാക്ക് നമുക്കൊക്കെ അറിയാം. ഉണ്ടോ? അറിയാവോ? അപ്പൊ നമ്മൾ പോരാടുമ്പോൾ നമ്മൾ നോക്കണം, ഈ പറയുന്ന ആൾക്ക് ജഡമുണ്ടോ, രക്തമുണ്ടോ. കുത്തി നോക്കിയിട്ട് രക്തമുണ്ടോ നോക്കണ്ട, നമുക്ക് കാണുമ്പോ അറിയാം ഇന്ന ആൾക്കാർക്കൊക്കെ രക്തവും ജഡമൊക്കെ ഉള്ളതാണ്. അപ്പം
ജഡവും രക്തമുള്ള ആളോട് ദൈവവചനം എന്ത് പറയുന്നില്ല? നമ്മളോട് പോരാടാൻ പറയുന്നില്ല. അമ്മായിമ്മയ്ക്ക് ജഡമുണ്ടോ രക്തമുണ്ടോ നോക്കണ്ട, അവരോട് പോരാടാൻ പറയുന്നില്ല. സഹോദരങ്ങളോട് പോരാടാൻ പറയുന്നില്ല. അയൽക്കാരോട് പോരാടാൻ പറയുന്നില്ല. ജോലി സ്ഥലത്തുള്ള കൂട്ടുപ്രവർത്തകരോട് പോരാടാൻ പറയുന്നില്ല. കാരണം ഇവർക്കൊക്കെ എന്തുണ്ട്? ജഡവും രക്തവും ഉണ്ട്. അപ്പൊ ഇവരോട് ആരോടും പോരാടാൻ ദൈവവചനം പറയുന്നില്ല. എഫെസ്യ ലേഖനത്തിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തില് തുടക്കം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയരുതെന്നാ പറഞ്ഞേക്കുന്നത്. കീഴടങ്ങി ഇരിക്കണമെന്ന. ഭർത്താക്കന്മാരെ സ്നേഹം തേടി അതിലെ ഇതിലെ പോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് സ്നേഹിക്കാനായിട്ട് നിന്റെ ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളോട് പറഞ്ഞേക്കുന്നത് എന്താ? അപ്പനൊക്കെ കഴിഞ്ഞ ജനറേഷനാ, ഞങ്ങള് ഈ ജനറേഷൻകാർക്ക് അപ്പന് വിവരമൊന്നുമില്ല, അപ്പൻ പറഞ്ഞ അനുസരിക്കത്തില്ലെന്ന് പറയാനാണോ? വ്യക്തമായി പറയാ, അപ്പൻ ഏത് പടുകിളവനാണെങ്കിലും അപ്പനോട് അപ്പം പറഞ്ഞ അനുസരിച്ച് ജീവിക്കാനാ പറയുന്നത്. മാതാപിതാക്കളോടും പറയുന്നുണ്ട്. ഞാനൊക്കെ പലപ്പോഴും അത് പ്രാപ്തിയാക്കുന്നത് കുറവാ. മക്കളെ കോപിപ്പിക്കരുതെന്നും പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം പറഞ്ഞു. അതുപോലെ പിന്നെ പറയുന്നുണ്ട്, ദാസന്മാരോട് സ്വർഗത്തിൽ യജമാനുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെയുള്ള യജമാന് കീഴ്പ്പെട്ടിരിക്കാനാ പറയുന്നത്. ഇങ്ങനൊരു മനുഷ്യനാണല്ലോ കിട്ടിയത്, ഈ പുള്ളിയുടെ കൂടെ എങ്ങനെ ജോലി ചെയ്യും? ഒന്നും വേണ്ട. കർത്താവ് ഏൽപ്പിച്ച അധികാരമാണെങ്കിൽ അധികാരത്തോടെ കീഴ്പ്പെട്ട്. യജമാനോട് പറഞ്ഞതാ അവരെ സഹോദരനെന്ന് വിചാരിച്ച അവരോട് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആ എഫെസിലാണ്, കൊലോസ്യലേഖനത്തിലുണ്ട്, യജമാന്മാരോടും പറയുന്നുണ്ട്. അപ്പം ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതാനോ പോരാടാനോ ദൈവവചനം പറയുന്നില്ല. അപ്പം ദാവീദ് തന്റെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്തിൽ മനസ്സിലാക്കിയ ഒരു വലിയ വസ്തുതയുണ്ട്. യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ പോരാടുന്നത്, ബാറ്റ് ഞാൻ ചെയ്യേണ്ടത് ആരോടല്ല. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സഹോദരന്മാരെ, ഞാൻ യുദ്ധം ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ല. യുദ്ധം ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായി? ദാവീദിന് മനസ്സിലായി. എവിടെയാ എഴുതിയിരിക്കുന്നത്? നമുക്കറിയാം. 1 ശമൂവേൽ 17:47. 1 ശമൂവേൽ 17:47. എടുക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും. ഞാൻ ആ വാക്യം വേദഭാഗം മാത്രം ഞാനിങ്ങനെ പറയാം. 1 ശമൂവേൽ 17:47. മതി. യുദ്ധം യഹോവയ്ക്കുള്ള. അപ്പം യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് ആദ്യം തന്നെ തന്റെ ജീവിതത്തിൽ, ഈ സമയത്ത് ദാവീദിന് എത്ര വയസ്സുണ്ട് എനിക്കറിയത്തില്ല, എങ്കിൽ പോലും ഒരു കാര്യം അറിയാം. ദാവീദ് ആരായിരുന്നു? ദാവീദ് എന്നൊരു ബാലകനെന്ന് യുദ്ധത്തിന് പോയെന്ന് നമ്മൾ പാടാറുണ്ട്. അപ്പൊ ദാവീദ് ഒരു ബാലനായിരുന്നെങ്കിലും ബാലനായ ദാവീദ് മനസ്സിലാക്കിയ ഒരു വലിയ വസ്തുത എന്തായിരുന്നു? യുദ്ധം ചെയ്യേണ്ടത് ഞാനല്ല, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മൾ ജഡരക്തങ്ങളോടല്ല യുദ്ധം ചെയ്യുന്നതെന്ന് ദൈവവചനം പറയുമ്പോൾ അടുത്തൊരു വാക്യം പറയുക, ഞാനല്ല യുദ്ധം ചെയ്യുന്നത്. എന്റെ ജീവിതത്തിൽ എന്റെ വിഷയത്തിന്റെ മുമ്പിൽ, എന്റെ ആവശ്യത്തിന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി ആര് യുദ്ധം ചെയ്തോളും? യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്ക് വേണ്ടി ഇന്ന ആളുണ്ടെന്ന് പറഞ്ഞാലൊരു വലിയ സന്തോഷം അല്ലേ? ഇപ്പം എവിടെയെങ്കിലും പോകുമ്പോ പറയാ, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, സാമങ്ങള് ഞാൻ വിളിച്ചാ വന്നോളൂ, എന്റെ ആ കാര്യം സാമങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു ധൈര്യം. സാമങ്ങൾ നോക്കാനല്ല ദൈവവചനം പറഞ്ഞേക്കുന്നത്, യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദാവീദിന്റെ ജീവിതത്തില് ഈ വലിയ വസ്തുത മനസ്സിലാക്കി എന്നുള്ളതാണ് ദാവീദിന്റെ ജീവിതത്തിന്റെ വിജയമായിട്ട് തീർന്നത്. അന്ന് തുടങ്ങി
ദാവീദ് യഹോവയെ എന്റേന്ന് വിളിക്കാൻ തുടങ്ങി. ദാവീദ് വിളിക്കാൻ തുടങ്ങി, യഹോവയാണ് എന്റെ ബലം. അന്ന് തുടങ്ങി സ്നേഹിക്കാൻ തുടങ്ങിയത് യഹോവയെ. അന്ന് തുടങ്ങി പറയാൻ തുടങ്ങിയതാ, എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പിന്നെ എന്ത് കണ്ടാലും ദാവീദ് എന്റേതാ. ദാവീദ് ഒരു ഗോപുരം കാണുമ്പോൾ അവിടെ കുറെ കാര്യങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, അത് മുഴുവനായിട്ട് വിശദീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല, സമയമില്ല. അവിടെ ഓരോന്ന് കാണുമ്പോൾ ദാവീദ് അതിനെ കുറിച്ചല്ല പറയുന്നത്, യഹോവ എന്റെ ശൈലം. വലിയ ശൈലങ്ങൾ കാണുമ്പോൾ ദാവീദ് പറയുക എന്റെ ശൈലം യഹോവയാ. വലിയ ഗോപുരം കാണുമ്പോൾ പറയുക എന്റെ ഗോപുരം യഹോവയാ. ഒരു വലിയ കോട്ട കാണുമ്പോൾ പറയുക എന്റെ കോട്ട യഹോവയാ. എന്ത് കാര്യത്തിലും എന്റെ എന്ന് ദാവീദിന് പറയാൻ മറ്റൊരു വസ്തുത കണ്ടില്ല. ദാവീദ് എല്ലാറ്റിലും തന്റെ എന്ന് പറയാൻ ആരെ കണ്ടെത്തി? യഹോവയെ കൂടിയോ? ഓക്കെ, അപ്പം യഹോവയുമായിട്ടുള്ള ആ നല്ല ബന്ധം ദാവീദിന് വെച്ചു പുലർത്താനായിട്ട് സാധിച്ചു. അത് ജീവിതത്തിന്റെ അന്ത്യം വരെയും ദാവീദിന് വെച്ചു പുലർത്താനായിട്ട് സാധിച്ചു. ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അപ്പോഴ് യുദ്ധം ആർക്കുള്ളതാണ്? നമ്മുടെ ജീവിതത്തിലെ ഏത് വെല്ലുവിളികൾ വരുമ്പോഴും ദൈവമക്കൾ ഈ കാര്യം ഓർത്തിരിക്കും. യുദ്ധം യഹോവയ്ക്കുള്ള. എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്നറിയാം ബൈബിളില്? പ്രധാനമായിട്ടും 3 പ്രാവശ്യം യുദ്ധം യഹോവയ്ക്കുള്ളതാണ് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടക്കുക. ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവരാകെ ടെൻഷൻ അടിച്ചു. കാരണം ഇതുവരെയും മോശ കൊണ്ടുവന്നു, പക്ഷെ ഈ കടലിന്റെ മുമ്പിൽ ആരാ നമുക്ക് വഴിയൊരുക്കുന്നത്? പിമ്പിലേക്ക് നോക്കുമ്പോൾ ഇസ്രായേലിന്റെ സൈന്യം എങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകും? അങ്ങനെ പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ ദൈവവചനം പറയുന്നൊരു വാക്കാ, ഭയപ്പെടണ്ട, യുദ്ധം. രണ്ടാമത് നമ്മൾ ഇവിടെ കണ്ടു, ഗോലിയാത്ത് എന്നുള്ള മല്ലന്റെ മുമ്പിൽ മിടുക്കന്മാരെന്ന് പറയുന്ന പടജനമൊക്കെ പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ ഒരു ബാലനായ ദാവീദ് തന്റെ ജീവിതത്തിൽ ധൈര്യമായിട്ട് നിന്നോട് പറയുന്ന വാക്ക്, യുദ്ധം യഹോവയ്ക്കുള്ളത്. ദാവീദിന്റെ ആ ചെറുപ്പത്തിലെ വഴിയിൽ നടന്ന മറ്റൊരു രാജാവ്, അദ്ദേഹത്തിന്റെ പേര് യഹോശാഫാത്ത്. യഹോശാഫാത്തും ദാവീദിനെ പോലെ തന്നെ നല്ലൊരു രാജാവാണെന്ന് ദൈവവചനം പറയുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും ഇത് യഹോശാഫാത്തിന്റെ ജീവിതം, കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ധ്യാനിക്കുന്ന യഹോശാഫാത്തിന്റെ ജീവിതമായിരുന്നു. യഹോശാഫാത്തിനെ കുറിച്ച് മിക്കവാറും കാണുന്ന ഒരു കാര്യം, ഭയങ്കര പേടിക്കുന്നയാളാണ്. കാരണം ആഹാബിന്റെ കൂടെ യുദ്ധത്തിന് പോയിട്ട് ആഹാബ് പറഞ്ഞു, യഹോശാഫാത്തെ, അവർ രണ്ടുപേരും ബന്ധുക്കാരാണ്, യഹോശാഫാത്തെ നീ ഒരു കാര്യം ചെയ്യാ, നീ തേരി കയറി യുദ്ധം ചെയ്തോ, ഞാനൊരു സാധാരണക്കാരനായിട്ട്. ആരാ പറയുന്നത്? ഇസ്രായേലിലെ രാജാവായ ആഹാബ് യഹൂദ രാജാവായ യഹോശാഫാത്തിനോട് പറയുക, ഞാനും നമുക്ക് രണ്ടുപേർക്കുള്ള യുദ്ധത്തിനൊക്കെ പോകാം, ഈ പ്രാവശ്യം വണ്ടി നീ ഓടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് തേരിൽ ആരെ കയറ്റി? യഹോശാഫാത്തിനെ കയറ്റി. യഹോശാഫാത്ത് നമ്മൾ വായിക്കുന്നത് എന്നാന്ന് വെച്ചാൽ യുദ്ധമൊക്കെ നടക്കിയപ്പോൾ യഹോശാഫാത്ത് ഇരുന്ന് കരയാൻ തുടങ്ങിയെന്നാ പറഞ്ഞത്. ഇതാണ് യഹോശാഫാത്ത്. അത് കഴിഞ്ഞിട്ടും മറ്റു പല രാജാക്കന്മാരുടെ മുമ്പിൽ നമ്മൾ കാണുന്നത് ഭയപ്പെടുന്ന ഒരു യഹോശാഫാത്തിനെയാണ്. പക്ഷെ എങ്കിലും യഹോശാഫാത്തിനുള്ള വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, യഹോശാഫാത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. വലിയ കഴിവൊന്നുമില്ല, എന്നാൽ യഹോശാഫാത്തിന് വളരെ അഭിവൃദ്ധി ആ രാജ്യത്തിനുണ്ടായെന്ന പറഞ്ഞു. എങ്കിലും വലിയ ശ്രേഷ്ഠതയൊന്നും പറയാനായിട്ട് വ്യക്തിപരമായിട്ടില്ലെങ്കിലും യഹോശാഫാത്ത് ഒരു കാര്യം തീരുമാനിച്ചിരുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളത്. നമ്മൾ അത് വായിക്കുന്നത് 2 ദിനവൃത്താന്തം 20:15. അപ്പൊ 3 വേദഭാഗത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യുദ്ധം യഹോവയ്ക്കുള്ളത്. പുറപ്പാട് പുസ്തകം 14:14 യുദ്ധം യഹോവയ്ക്കുള്ളത്. അതുപോലെ 2 ദിനവൃത്താന്തം 20:15 യുദ്ധം യഹോവയ്ക്കുള്ളത്. അതുപോലെ 1 ശമൂവേൽ 17:47 യുദ്ധം യഹോവയ്ക്കുള്ളത്. പ്രിയമുള്ളവരെ, യഹോവയുടെ യുദ്ധത്തിനുള്ള ഒരു പ്രത്യേകത, അതിന്റെ മാനുഷ്യമായ തന്ത്രങ്ങളല്ല ദൈവം ആവിഷ്കരിക്കുന്നത്. യഹോവയുടെ യുദ്ധത്തിൽ ദൈവം ആവിഷ്കരിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ദാവീദും ഗോലിയാത്തുമാണ് യുദ്ധം ചെയ്തപ്പോ ഒരു കല്ല് മതിയായിരുന്നു, അല്ലെ? ദൈവത്തിന് ഒരു കല്ല് മതി. ദാവീദ് എടുത്ത ഒരു കല്ലുകൊണ്ട് ദൈവത്തിന് കാര്യം നേടാനായിട്ട് പറ്റും. അതുപോലെ വേറൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്,
അശൂർ പാളയം അശൂര്യരോട് യുദ്ധം ചെയ്ത സാവകാശം സന്ദർഭം. അവിടെ യുദ്ധം വിജയിക്കാൻ എന്ത് ചെയ്തു? ഒരു ദൂതൻ മതി, ഒരു ദൂതനെ വിട്ടു. അശൂർ പാളയത്തിൽ 1,85,000 പേരെ നശിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ചെങ്കടലില് ദൈവം യുദ്ധം ചെയ്യാൻ വന്നതെന്താ? ഒരു കിഴക്കൻകാരെ എടുപ്പിച്ചു. അതിനുശേഷം അവിടെയും ദൈവം വിജയിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ യോശുവ യുദ്ധം ചെയ്തത്. യോശുവ യുദ്ധം ചെയ്തപ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാവോ? കൽമഴ പെയ്ത പല കാര്യങ്ങളുണ്ട്. സൂര്യനെ നിൽക്കാൻ പറഞ്ഞതുകൊണ്ട്. അതുപോലെ അത് തൊട്ടു മുമ്പുള്ള വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അന്ന് കൽമഴയാൽ മരിച്ചുപോയവര് ഇസ്രായേലിനെ കൊണ്ട് മരിച്ചതിനേക്കാളും കല്ല് വീണു, അങ്ങനെ മരിച്ചു. അതുപോലെ ഗിദെയോൻ യുദ്ധം ചെയ്യാനായിട്ട് പോയപ്പോൾ ഗിദെയോൻ ആരോടെ യുദ്ധം ചെയ്തത്? മിദ്യാന്യരോട് ഗിദെയോൻ യുദ്ധം ചെയ്തപ്പോൾ ദൈവം എത്ര പേരെ എടുത്തു? 300 പേര് മതി എന്ന് പറഞ്ഞു. കുറെ പേര്, ഒത്തിരി പേര് വന്നതാ. കർത്താവ് ഇത്രയും പേരെ കൊണ്ടൊന്നും യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ഒത്തിരി പേരെ ടെസ്റ്റ് ചെയ്ത് വിട്ടിട്ട് ഒരു കഴിവില്ലാത്ത 300 പേരെ എടുത്തിട്ട് കർത്താവ് ഇവന്മാർ മതി എനിക്ക് വേണ്ടി യുദ്ധം. ഇത്രയുമുള്ളവരെ, കർത്താവ് യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങിയാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി വഴിയും വാതിലും ഒരുക്കും. അത് ഇത്രയൊക്കെ പറഞ്ഞപ്പോഴാണ് പ്രിയപ്പെട്ടവർക്ക് എന്നോട് സംശയം തോന്നിക്കാണ്. അപ്പം സഹോദരന്മാരെ, യുദ്ധം ചെയ്യണ്ടെന്നാ പറഞ്ഞേ. ദൈവമക്കൾ യുദ്ധം ചെയ്യണ്ടേ? നമ്മൾ യുദ്ധം ചെയ്യണം. പക്ഷെ നമ്മുടെ യുദ്ധം എന്ത് യുദ്ധമാണെന്നറിയാവോ? നമ്മൾ ഇന്ന് പാടി, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. അതിനുശേഷം ഓരോ വരിയും എഴുതിയതിനു ശേഷം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, പകരം എന്തൊക്കെ പകരം നൽകുന്ന നമ്മൾ പാടിയത്. ചുമ്മാ പാടിക്കൊണ്ടിരുന്നല്ലേ. ഹൃദയം കൊടുക്കാന്ന് പറഞ്ഞു. ശരി, പിന്നെ എന്ത് കൊടുക്കാന്ന് പറഞ്ഞു? നിങ്ങൾ പാടിയതാ, ഇത്തിരി മുമ്പ് പാടിയതാ. ഹൃദയം കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ എന്ത് കൊടുക്കാന്ന് പറഞ്ഞു? എന്റെ ആരോഗ്യം ഡോക്ടർ കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ എന്ത് കൊടുക്കാന്ന് പറഞ്ഞു? നിങ്ങൾ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ, ഹൃദയം പൂർണ്ണമായി നൽകുന്ന നാഥനായി, എന്നെ ആരോഗ്യം നൽകുന്ന നാഥനായി. പിന്നെ ഒരു വാക്കുകൂടി പറഞ്ഞു, ദേശത്തെങ്ങും പോകും. പാടിയോ? ദേശത്തെ എല്ലായിടത്തും പോയി ഞാൻ എന്ത് ചെയ്യാൻ പോവാം? ഇതാണ് നമ്മുടെ പോരാട്ടം. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞ ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ യുദ്ധം ചെയ്യാൻ പറഞ്ഞ എന്നാന്നറിയാവോ? പോരാട്ടം, നല്ല പോരാട്ടം, നല്ല പോരാട്ടം പോരാടി ഓട്ടം. എന്തിനു വേണ്ടിയാ ആന്റി നല്ല പോരാട്ടം? സുവിശേഷത്തിന്റെ പോർക്കളത്തിൽ പോരാടാനാണ്. സുവിശേഷത്തിന്റെ പോർക്കളത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരും. നമ്മൾ പലതും ഈ പ്രതിസന്ധിയെയാണ് എന്തെന്ന് പറയുന്നത് ആരായി പ്രതിസന്ധി കൊണ്ടുവരുന്നറിയാവോ? ഈ പ്രതിസന്ധി കൊണ്ടുവരുന്നത് പിശാച് ചില തെറ്റിദ്ധാരണകളിലൂടെയും ചില എങ്ങനെയെങ്കിലും ഒരു ഇടർച്ച ഉണ്ടാക്കാനായിട്ട്. ഒരു ദിവസം ഒരു സഹോദരൻ എന്നോട് മിണ്ടിയില്ലെങ്കിൽ പോരാട്ടമല്ല, അമ്മാമ എന്തെങ്കിലും വെറുത്താൽ പോരാട്ടമല്ല. ഇതൊക്കെ പിശാച് കൊണ്ടുവരുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാല് നമ്മളുടെ മുമ്പിൽ ഒരു ഇടർച്ച വയ്ക്കുക. ഇത് ഈ കൂടുതൽ ഇടർച്ച എപ്പോഴാണ് വരുന്നതെന്ന് അറിയാം. നിങ്ങൾക്ക് ഞാൻ പരീക്ഷിക്കാനായിട്ട് പറയാം. സുവിശേഷവുമായിട്ട് എവിടെയെങ്കിലും പോകാൻ നോക്കിയാൽ, കർത്താവിന്റെ വേല ചെയ്യാൻ നോക്കിയാൽ, മറ്റേ എൽക്കാനിക്ക് 2 ഭാര്യമാരുണ്ടല്ലോ, പെനീനെ ഹന്നയും. ഹന്നയോട് എൽക്കാൻ ഇത്തിരി സ്നേഹം കൂടുതൽ കാണിക്കുന്ന കാണുമ്പോ പെനീന പ്രതിയോഗിയാകുന്നു പറഞ്ഞതുപോലെ
കർത്താവിനോട് ഞാൻ ഇത്തിരി സ്നേഹം കൂടുതൽ കാണിക്കാൻ തുടങ്ങിയ, കർത്താവിനോട് ഞാൻ ഇത്തിരി കർത്താവിന്റെ വേലയ്ക്ക് പ്രയോജനപ്പെടും തോന്നിയാൽ നിങ്ങൾ നോക്കിക്ക, അവിടെ പോരാട്ടം നമ്മൾ പറഞ്ഞ സംഭവം ഉണ്ടാകും. അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാവോ? ഇവന് ഒരു കാരണവശാലും വേലയ്ക്ക്. പ്രിയമുള്ളവരെ, ഈ പോരാട്ടം വരുമ്പോഴേ മറുവശത്ത് പോരാടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടാ. നമുക്ക് പോരാട്ടമുള്ളത് ഇവരോടൊക്കെ പോരാടിക്കൊണ്ടിരിക്കാൻ എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. ഇത് പോരാട്ടമല്ല, ഇത് പിശാച് കൊണ്ടുവരുന്ന ഇടർച്ചകളാ, ഇതോരോ തന്ത്രങ്ങളാ. ഇതിന്റെ മുമ്പിൽ വീണുപോയി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷ, ഇത് നമ്മൾ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുന്നത്. സ്കൂളിൽ പോരാട്ടമുണ്ടെങ്കിൽ സുവിശേഷം അറിയിക്കാതിരിക്കാൻ പിശാച് കൊണ്ടുവരുന്നതാ. ജോലി സ്ഥലത്ത് പോരാട്ടമുണ്ടെങ്കിൽ സുവിശേഷം അറിയിക്കാതിരിക്കാൻ പിശാച് കൊണ്ടുവരുന്നതാ. കുടുംബത്തിൽ പോരാട്ടം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പിശാച് കൊണ്ടുവരുന്നതാ. സഭയിൽ പോരാട്ടം ഉണ്ടെങ്കിൽ ആരാധിക്കാതിരിക്കാൻ പിശാച് കൊണ്ടുവരുന്നതാ. ഇത് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്യണം? ആരാധനയ്ക്ക് വരുമ്പോൾ മിണ്ടാതിരിക്കുകയല്ല, കുടുംബത്തിൽ വരുമ്പോൾ വഴക്കൂടി പ്രാർത്ഥനയില്ലാതിരിക്കുകയല്ല, കൂട്ടുകാരുടെ കൂടെ കൂടാതിരുന്ന് അവരോട് സുവിശേഷം പറയാൻ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തുകയല്ല. ഇതെല്ലാം ഈ പിശാച് എന്റെ കർത്താവിന്റെ വേല ഞാൻ ചെയ്യാതിരിക്കാൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കി കൂടുതലായിട്ട് കർത്താവിന് വേണ്ടി. അതാണ് നമ്മുടെ പോരാട്ടം. നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തമുള്ളത്. ഞാൻ ദാവീദിന്റെ കാര്യം പറഞ്ഞ് 18-ാം സങ്കീർത്തനം തുടങ്ങി എങ്ങും മുമ്പോട്ട് പോയതായിരുന്നു. ഇനി അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോ എന്താ സഹോദരൻ ചെയ്യേണ്ടത്? 46-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 46-ന്റെ അവസാനം അവിടെ ഒരു പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടാ പറയുന്നത്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞോളെ. പുറപ്പാട് പുസ്തകത്തിൽ അതേ വാക്യം തന്നെ കാണാം. പുറപ്പാട് 14 മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞ വാക്ക് തന്നെയാണ്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. ആരോട് മിണ്ടാതിരിക്കണം? മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു ഇത് തുടങ്ങി. ഞാൻ ഒരുത്തനോട് മിണ്ടുന്നുമില്ല, ഒരു പരിപാടിയിൽ ഏർപ്പെടുന്നുമില്ല. ആ മിണ്ടാതിരിക്കലല്ല. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയില് ശാന്തമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, കർത്താവിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെടുന്നത് തടയാൻ വേണ്ടി പിശാച് പല തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ ഞാൻ കലങ്ങിയ മനസ്സോടുകൂടി എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ നിറങ്ങുന്നതെന്ന് ഉള്ളിൽ നിറങ്ങിക്കൊണ്ടിരിക്കുകയല്ല, ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ യുദ്ധം ചെയ്യാനേ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ യുദ്ധം ചെയ്യാനേ പോകുന്നില്ല. ജോലി സ്ഥലത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ യുദ്ധം ചെയ്യാനേ പോകുന്നില്ല. കാരണം യഹോവയാണ്. യുദ്ധം ആർക്കുള്ളതാ? യഹോവയ്ക്കുള്ളതാ. എന്റെ ജോലി എന്നതാ? മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയുക. ഞാൻ നിനക്ക് വേണ്ടി പോരാടുന്ന ദൈവമാണെന്ന് അറിയുക. നിന്റെ ഓരോ കാര്യത്തിനും നിനക്ക് വേണ്ടി പുതിയ വഴികളെ തുറന്ന് യുദ്ധം ചെയ്യുന്ന ദൈവമാണെന്ന് അറിയുക. നിനക്ക് ചിലപ്പം ജീവിതത്തിൽ ചില ഇങ്ങനെയൊക്കെ ഞാൻ മിണ്ടാതിരുന്നാൽ ആരെനിക്ക് വേണ്ടി മിണ്ടെന്ന് ചോദിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. മിണ്ടാതിരുന്നാൽ ആര് മിണ്ടിക്കോളും? ദൈവം മിണ്ടിക്കോളും. നീ വഴക്കൂടാതിരുന്നാല് നിനക്ക് വേണ്ടി നിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ ആര് വഴക്കൂടുന്നല്ല ഞാൻ പറഞ്ഞേ, ദൈവം അതിനുള്ള വഴി. ദൈവജനമേ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന കാര്യം ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കാന്ന് പറഞ്ഞ് ഒരിടത്തും മിണ്ടുണ്ടെന്നാണോ? ഈ 18-ാം സങ്കീർത്തനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മിണ്ടാതിരിക്കാന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഒരാളോട് മിണ്ടിക്കൊണ്ടിരിക്കണം. ആരോടാ? ഈ 18-ാം സങ്കീർത്തനത്തിൽ പിന്നീടുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കും. ഞാൻ സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിച്ചു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന യഹോവയെ തന്നെ. ഞാൻ അവന്റെ മന്ദിരത്തിൽ ഞാൻ കഴിച്ച അപേക്ഷ കേട്ടു, യഹോവ എന്റെ പ്രാർത്ഥന കേട്ടു. അപ്പൊ ദാവീദ് മിണ്ടാതിരിക്കാന്ന് പറഞ്ഞാൽ വെറുതെ മിണ്ടാതിരിക്കണോ? മിണ്ടണ്ടവനോട് മിണ്ടിക്കൊണ്ടിരിക്കും. അതുപോലെ മിണ്ടാതിരിക്കാതെ മറ്റൊരു കാര്യം ദാവീദ് പറഞ്ഞ ആ വാക്യങ്ങൾ മാത്രം ഞാൻ വേഗത്തിൽ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. 18-ാം സങ്കീർത്തനത്തിലെ
18 20 തുടങ്ങിയുള്ള വാക്യങ്ങൾ. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം. അപ്പൊ ദാവീദ് മിണ്ടാതിരിക്കുമ്പോൾ കൈ എങ്ങനെയുള്ളതായിരുന്നു? നീതിയുള്ളതായിരുന്നു. എന്റെ കൈകളുടെ വെളുപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തില്ല. 23 വാക്യം, ഞാൻ അവന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു. അടുത്ത വാക്യം, അകത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവ എന്റെ നീതി പ്രകാരവും അവന്റെ കാഴ്ചയിൽ എന്റെ കൈകൾക്കുള്ള. ശ്രദ്ധിക്കണം സഹോദരന്മാരെ, യഹോവ എനിക്ക് ഉത്തരം തന്ന എങ്ങനെയാ? എന്റെ നീതി പ്രകാരവും അവന്റെ കാഴ്ചയിൽ എന്റെ കൈകൾക്കുള്ള. ഈ കൈ വേണ്ടാതിനൊക്കെ ചെയ്തുകൊണ്ട് നടന്നിട്ട് യഹോവ എനിക്ക് ഉത്തരം തരുമെന്ന് പറഞ്ഞാൽ ഉത്തരം തരത്തില്ല. എന്റെ കൈ വെടുപ്പുള്ളതാണെങ്കിൽ, എന്റെ ഹൃദയം നേരുള്ളതാണെങ്കിൽ എനിക്ക് വേണ്ടി ആര് യുദ്ധം ചെയ്തോളും? യഹോവ യുദ്ധം ചെയ്തോളും. യുദ്ധം യഹോവ. സ്തുതിക്കണം, കർത്താവിനെ സ്തുതിക്കണം. അതും സ്റ്റില്ലായിരിക്കുമ്പോൾ, ശാന്തമായിരിക്കുമ്പോഴാണ് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുള്ളൂ. ശാന്തമായിരിക്കുമ്പോഴാണ് ദൈവം ചെയ്ത നന്മകൾ ശരിക്കും ഓർക്കാൻ പറ്റുള്ളൂ. വല്ലവനുള്ള വഴക്കം പറ്റുകൊണ്ടിരുന്നത് ഞാൻ എങ്ങനെയാ കർത്താവിനെ ആരാധിക്കുന്നത്? പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ശാന്തമായ ദൈവത്തെ ആരാധിക്കണം. ശാന്തമായ എന്റെ പ്രശ്നങ്ങൾ കർത്താവിനോട് പറയണം. എന്റെ കൈകൾ വെടുപ്പോടെ ഇരുന്നാൽ അപ്പൊ നമുക്കൊരു പോരാട്ടത്തിനുള്ള ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു പോരാട്ടമേ ഉള്ളൂ, കർത്താവിന്റെ വയലിലുള്ള പോരാട്ടം. ബാക്കിയുള്ളതൊക്കെ ജഡരക്തങ്ങളോടുള്ള ഒക്കെ പോരാട്ടമല്ല. ഞാൻ സ്നേഹിക്കേണ്ടവരെ എന്നോട് സ്നേഹിക്കാൻ ഇടവരുത്താത്ത രീതിയിൽ ശത്രു കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണ്. ആ തന്ത്രങ്ങൾ വീണു പോകരുതേ. യുദ്ധം യഹോവയ്ക്കുള്ളതാ. ബാലനായ ദാവീദ് അത് മനസ്സിലാക്കി തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ആ വസ്തുത മനസ്സിലാക്കിയ ദാവീദിന് യഹോവ എന്റെയാണെന്ന് പറയാൻ പറ്റി. യഹോവ എന്റെ ബലമാണെന്ന് പറയാൻ പറ്റി. യഹോവയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റി. ദൈവനാമം സ്നേഹിക്കാം. ദൈവനാമം മഹത്വപ്പെടുത്താൻ. Thank you, brother.